അതെ, രാവിലെ എഴുന്നേറ്റാൽ ഇന്നെന്താ കറി വയ്ക്കുക എന്നുള്ളൊരു ടെൻഷനായിരിക്കും കേട്ടോ. അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പം പറമ്പിലേക്ക് ഇറങ്ങി കുറച്ച് മുരിങ്ങാച്ചപ്പും പറിച്ചു. താഴത്തേക്ക് വന്നപ്പം ഒരു കോളിഫ്ലവറും പറിച്ചിങ്ങ് പോന്നു. ഇന്നത്തേക്കുള്ള കറിക്കുള്ളതായി കേട്ടോ. അധിക പേർക്കും ഉള്ളതാണ്. ചിലപ്പം തലേന്നേ ചിന്തിക്കും നാളെ എന്താ കറി വയ്ക്കുകയെന്ന്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇന്ന് കറി വയ്ക്കാവേ. കോളിഫ്ലവർ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയോണ്ട് വലിയ വലുപ്പമൊന്നുമില്ല, എന്നാലും വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മളെ സാധാ വളങ്ങളൊക്കെ ചേർത്തിട്ടേ, നമ്മളെ ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ. ഡിസംബർ തുടങ്ങി ഫസ്റ്റ് എന്താ പറയുക, 1-ാം തീയതി ആകുമ്പം തന്നെ നല്ല തണുപ്പൊക്കെ ആയിട്ടോ, നല്ല മഞ്ഞുമാണ്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയാണോ എല്ലാവർക്കും? അപ്പം ഇതൊക്കെ നന്നാക്കി എടുത്ത് നമുക്ക് കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കണേ. അതായത് നന്നാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട്, തണുത്ത വെള്ളം എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം അതവിടെ ഇരിക്കട്ടെ കേട്ടോ. കോളിഫ്ലവർ ഇപ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതായാലും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതായാലും എപ്പോഴായാലും ഇതുപോലെ കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. അപ്പം നമുക്ക് മുരിങ്ങയില നന്നാക്കി എടുക്കാം കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയില്ല, എൻ്റെ പിള്ളേരെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുക ആരെയാണ്, നമ്മളെ കിളികളെയൊക്കെ ഒരാളെയും ഒച്ച കേൾക്കുന്നില്ല. എന്താണെന്ന് ആർക്കറിയാം. അല്ലെങ്കിൽ എപ്പോഴും എന്നെയും കാട്ടി അവരെ ഒച്ചയല്ലേ നിങ്ങൾ കേൾക്കുക. ഇന്ന് എന്താണെന്നറിയില്ല, ആരും ഒച്ച കേൾക്കുന്നില്ല. ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ വരുമായിരിക്കും, നോക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മുരിങ്ങയില എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഉപ്പേരി ആയാലും ശരി, പരിപ്പിലിട്ടായാലും ശരി, എങ്ങനെ വെച്ചാലും മുരിങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇടേണ്ടത് ഒരു 3-4 കൊച്ചുള്ളിയും അതുപോലെ 2 പച്ചമുളക് കീറിയിട്ടതും കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് കൊണ്ടിട്ട് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് തള വരുമ്പം എന്താക്കാം, നമുക്കിതിലേക്ക് കഴുകിയെടുത്ത കോളിഫ്ലവറും കൂടി ഇടാം കേട്ടോ. കോളിഫ്ലവർ ഇട്ട് കൊടുക്കാവേ. ഇനി കോളിഫ്ലവർ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു അരക്കഷ്ണം തക്കാളി മുറിയും കൂടി ഇടുന്നുണ്ട്. ഇത് അരക്കഷ്ണം കേട്ടോ തക്കാളി മുറി ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തിടാം, ഉപ്പിടണ്ടേ? ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പ്, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാവേ. അപ്പോൾ അത് നന്നായിട്ട് വേവട്ടെ. നമുക്ക് 3-4 ചെറിയ ഉള്ളിയും ഒരു അരമുറി തേങ്ങയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ വേണ്ടത് വറവിനുള്ളത് വെളിച്ചെണ്ണ, നമ്മൾ ഉഴുന്നുപരിപ്പ്, കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില. അപ്പം നമുക്ക് എന്താക്കാം, ചട്ടി വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഞാൻ എന്താണെന്നറിയോ, വെളിച്ചെണ്ണ നല്ല കട്ടിയായിരിക്കുക തണുപ്പ് കാരണന്നേ. പിന്നെ ഇതിലേക്ക് എന്ത് കഴിയുമ്പോൾ നമുക്ക് എന്താക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില ഇതാകുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഞാൻ ഒരു അരിപ്പയിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. നമ്മളെ എന്താക്കാം, മുരിങ്ങാച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തതെന്ന് പറഞ്ഞാൽ വേവിച്ച് തന്നെ എടുക്കാം. ഒരു വെള്ളമൊന്നും ഇല്ലാത്ത കേട്ടോ. ഇത്ര മുരിങ്ങയില ഇട്ടിട്ട് ഇനിയിപ്പം നോക്കിക്കുക, അത് വെന്ത് വരുമ്പോൾ കണ്ടോ നന്നായിട്ട്. ഇതിപ്പോൾ ഇതിൽ കുറച്ച് ഇതിട്ട ഉപ്പേരി ആവുകയും ചെയ്യും കേട്ടോ, അത് വേറെ കാര്യമാണ്. അപ്പം നമുക്ക് എന്താക്കാം, ഇപ്പുറത്ത് നമ്മളെ കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. അപ്പം മക്കളെ, നമ്മളെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്താക്കാം, ഈ മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എണ്ണയിലൊക്കെ വയറ്റി എടുത്തില്ലേ, മുരിങ്ങയിലയും വെന്തിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിൽ എന്ത് ചേർക്കണം, അടുത്തത് നമ്മൾ തേങ്ങയും ചെറിയുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടില്ലേ, അപ്പോൾ അതും കൂടി ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്. അപ്പോൾ നമുക്കിതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ എന്താ പറയുക, തേങ്ങേൻ്റെ അരപ്പും കൂടി എല്ലാം കൂടി ഒന്ന് ചേർന്ന് ഒന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഓവർ കുറുക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് എത്ര കറി വേണം, ഓവർ ലൂസാക്കിയാലും ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ കുറുക്കി നല്ല അടിപൊളി കറി കേട്ടോ. ഇത് ചോറിനും നല്ലതാണ്, നമ്മളെ ചപ്പാത്തി, ദോശ. അപ്പം ഇന്ന് ഞങ്ങൾ ദോശയാട്ടോ, പച്ചരി ദോശ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർക്ക് ഇപ്പം എന്താണെന്നറിയില്ല, ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ എന്താക്കും, അരിൻ്റെ തന്നെ ദോശയോ അല്ലെങ്കിൽ പത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡിയായി. നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വീണ്ടും കാണാം കേട്ടോ.